19-ാം നൂറ്റാണ്ടിലായിരുന്നു വലവട്ടപ്പാട് ദേശത്തേക്കും അപ്രതീക്ഷിതമായി ആ പകർച്ചവ്യാധി കടന്നുകൂടിയത്. അത് ദേശത്തെ ദുരിതങ്ങൾ കൊണ്ട് മുട്ടിച്ചു. എങ്ങും കൂട്ടക്കരച്ചിലും പട്ടിണിയും മാത്രമായി. മരണങ്ങൾ കുന്നുകൂടി. ഒരു നാടിനെ തന്നെ മരണഭയത്തിൽ ഉറപ്പിച്ച ആ മാറാവ്യാധി വസൂരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബ്ലാഹയിൽ തറവാട്ടുകാർ ഇഷ്ടദാനമായി നൽകിയ ഒരു വലവട്ടപ്പാട് ചുറ്റളവിലായിരുന്നു ദേവാലയം സ്ഥിതി ചെയ്തിരുന്നത്. പൊറുതിമുട്ടി പ്രത്യാശ നഷ്ടപ്പെട്ട ജനത ഓടിയെത്തിയത് ദേവാലയത്തിൽ പുണ്യാളുടെ സഹായത്തെ ആശ്രയിക്കാനായിരുന്നു. ഉറ്റവരുടെയും ഉടയവരുടെയും വേർപാടിൽ മരണത്തെ മുന്നിൽ കണ്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു നാടിന്റെ വേദനയും കണ്ണീരും പ്രാർത്ഥനയും കേട്ട ദൈവം തന്റെ ജനത്തിനായി ഒരു പടയാളിയെ അയക്കുന്നു. നാനാജാതി മതസ്ഥർ ഇന്നും ആദരവോടെ കാണുന്ന അവരുടെ പുണ്യാളൻ എങ്ങനെയാണ് അവരെ ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിച്ചെന്നും വേദനയും കണ്ണീരുമായി ഉറക്കം നഷ്ടപ്പെട്ട ഗ്രാമവാസികളുടെ കാതുകളിലേക്ക് ആ രാത്രി ഒരു കുതിരക്കുളമ്പടിയുടെ നാദം മിന്നിമറഞ്ഞു. അത്ഭുതകരമായ ആ കുതിരക്കുളമ്പടി ഗ്രാമവാസികൾ എല്ലാവരും കേൾക്കുകയുണ്ടായി. ഇതിനുശേഷം വസൂരി എന്ന മാറാവ്യാധി ദേശത്തെ വിട്ടു പോയി എന്നതാണ് ചരിത്രം. ഈ വലവട്ടപ്പാട് പ്രദേശമാണ് പിന്നീട് ഇന്ന് കാണുന്ന വലപ്പാടായി മാറിയത്. വലവട്ടപ്പാടിൽ വിശുദ്ധ സെബസ്ത്യാനോസ് നടത്തിയ അത്ഭുത ചരിത്രത്തിലെ ഒരേട് മാത്രമാണിതിട്ടോ.